ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S3ECയുടെ പുതിയ സ്കീം 2024 സ്കീമിൽ വരുന്ന അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2-ൽ നിന്ന് ഈ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഷോർട്ട് ആൻസർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം മൊഡ്യൂൾ 2-ന്റെ സിലബസ് നോക്കാം. സോ പുതിയ സ്കീം സിലബസിൽ മെയിൻ ആയിട്ടും 3 സെക്ഷൻ ആയിട്ടാണ് അവർ പറയുന്നത്. ഫസ്റ്റ് BJT ആംപ്ലിഫയേഴ്സ്. സോ BJT ആംപ്ലിഫയേഴ്സിൽ അതിന്റെ ഡിസൈൻ വരുന്നുണ്ട്. RC കപ്പിൾഡ് കോമൺ എമിറ്റർ ആണ് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിന്റെ ഡിസൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിന്റെ അനാലിസിസ് വരുന്നുണ്ട്, സ്മോൾ സിഗ്നൽ അനാലിസിസ് ബൈ യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ. ദെൻ ഹൈബ്രിഡ് പൈ മോഡൽ തന്നെ ഹൈ ഫ്രീക്വൻസിയിൽ, അതായത് നമുക്ക് അനാലിസിസ് ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. അപ്പൊ അതിൽ നമ്മൾ മിഡ് ഫ്രീക്വൻസിയിലുള്ള വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ആ പാരാമീറ്റേഴ്സിന്റെ എല്ലാം ഡെറിവേഷൻ നമ്മൾ അനാലിസിസ് വെച്ച് ചെയ്യും. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ എന്താന്നുള്ളതും അത് വെച്ചിട്ടുള്ള അനാലിസിസും വരുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് മില്ലേഴ്സ് എഫക്റ്റ്, ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മില്ലേഴ്സ് തിയറം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മില്ലർ എഫക്റ്റ് എന്നുള്ളത് വരുന്നുണ്ട്. ദെൻ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. സോ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് അതിന്റെ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്. ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ബീറ്റ എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്. അതിന്റെയൊക്കെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അതൊക്കെ നമുക്ക് ഡെറിവേഷനിൽ നിന്ന് സബ് ആയിട്ട് കിട്ടുന്ന കുറച്ച് ടേംസ് ആണ്. ദെൻ യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് FT എന്ന് പറയുന്ന ഒരു ടേം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പാരാമീറ്റേഴ്സ് ആണ്. സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ തിയറി ക്ലാസ്സുകൾ എല്ലാം നമ്മൾ ഡെറിവേഷൻ അടക്കം ആൾറെഡി കവർ അപ്പ് ചെയ്താണ്. സോ അത് നിങ്ങൾക്ക് വൺസിന്റെ ആപ്പിൽ കോഴ്സ് ആയിട്ട് അവൈലബിൾ ആണ്. സോ ടോപ്പിക്സ് എന്ന് പറയുന്നത് BJT ആംപ്ലിഫയേഴ്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സ് വരുന്നുണ്ട്. മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സിൽ നമുക്ക് കോമൺ സോഴ്സ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ അതിന്റെ ഡിസൈൻ നമുക്ക് പഠിക്കാനുണ്ട്. സിലബസിൽ പ്രത്യേകം ഡിസൈൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ദെൻ അതിന്റെയും സ്മോൾ സിഗ്നൽ അനാലിസിസ് യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ, അതിൽ മിഡ് ഫ്രീക്വൻസി അനാലിസിസ് ആണ് സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്നിട്ട് അനാലിസിസ് ചെയ്ത് വോൾട്ടേജ് ഗെയിന്, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്യാന്നുള്ളത്. ദെൻ അതിൽ തന്നെ ആക്റ്റീവ് ലോഡ് വരുന്ന കേസിൽ നമ്മൾ RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസിന് പകരം ആക്റ്റീവ് ലോഡ് അവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലൊക്കെ ഈ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ് കാരണമാണ് നമ്മൾ റെസിസ്റ്റീവ് ലോഡിന് പകരം ആക്റ്റീവ് ലോഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. സോ ആ ഒരു ആക്റ്റീവ് ലോഡിന്റെ കേസിൽ വിത്ത് കറണ്ട് സോഴ്സ് ലോഡ് അതൊരു ടൈപ്പ്, കറണ്ട് സോഴ്സ് ലോഡ് ഒരു ടൈപ്പ് ആക്റ്റീവ് ലോഡാണ് അതിന്റെ കേസ്. അതുപോലെ തന്നെ ഡയോഡ് കണക്റ്റഡ് ലോഡ് RDക്ക് പകരം നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വോൾട്ടേജ് ഗെയിനിനെ ചേഞ്ച് ആക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ അനാലിസിസോട് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെക്ഷൻ നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ മൾട്ടി സ്റ്റേജ്, അതായത് നമ്മളിപ്പോൾ ഇത്രയും സിംഗിൾ സ്റ്റേജ് ആണ് പറഞ്ഞത്. ഇനി സിംഗിൾ സ്റ്റേജസ്, അതായത് ഒന്നിലധികം സ്റ്റേജസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന്റെ ഔട്ട്പുട്ട് എടുത്ത് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കാസ്കേഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് കിട്ടും. സോ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, അതുപോലെ തന്നെ നമ്മളിങ്ങനെ കാസ്കേഡ് ചെയ്യുകയാണെങ്കിൽ ഗെയിനിന് എന്താ സംഭവിക്കുന്നത്, ബാൻഡ് വിഡ്ത്തിന് എന്താണ് സംഭവിക്കുന്നത്, ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് കാസ്കേഡിങ് ഓൺ ഗെയിൻ, ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, സോ വിത്ത് ഡെറിവേഷൻ നമ്മൾ അതിന്റെ ഗെയിൻ ഇക്വേഷൻ എൻ സ്റ്റേജിന്റെ കേസിൽ വിത്ത് ഡെറിവേഷൻ വാട്ട് ഹാപ്പൻസ് ടു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അതിന്റെ ഭാഗമായിട്ട് ബാൻഡ് വിഡ്ത്തിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഡെറിവേഷനോട് കൂടി നോക്കിയതാണ്. ദെൻ സ്മോൾ സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് BJT കാസ്കോഡ് ആംപ്ലിഫയർ, അതായത് കാസ്കേഡ് മൾട്ടി സ്റ്റേജിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാസ്കോഡ് ആംപ്ലിഫയർ. കാസ്കോഡ് ആംപ്ലിഫയറിന്റെ പ്രത്യേകത അതൊരു 2 സ്റ്റേജ് ആണ്. അതിലൊരു കോമൺ എമിറ്റർ ഉണ്ടാവും, ഫോളോഡ് ബൈ കോമൺ ബേസ്. ആ രീതിയിൽ ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയറിനെയാണ് നമ്മൾ എന്ത് പറയുക? കാസ്കോഡ് ആംപ്ലിഫയർ. സോ ആ ഒരു കാസ്കോഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ അനാലിസിസ്, ആ 2 സ്റ്റേജ് ആംപ്ലിഫയർ അനലൈസ് ചെയ്തിട്ട് അതിന് എന്തൊക്കെ ഡിറൈവ് ചെയ്യണം? വോൾട്ടേജ് ഗെയിനും ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും. അത് ഏത് മോഡൽ വെച്ചിട്ടാണ്? ഹൈബ്രിഡ് പൈ മോഡൽ.
അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസിലുള്ളത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ സിലബസ് തിയറി ആയിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടും കവർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ കോഴ്സ് നിങ്ങൾക്ക് വൺസ് ആപ്പിൽ അവൈലബിൾ ആണ്. കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്, ഇപ്പൊ നമ്മൾ എക്സാം ഡേറ്റ് അടുത്ത് വന്നു. സോ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, സോ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ആൻസർ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്ത് പറയാൻ പോവുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Derive the voltage gain, input impedance, output impedance for an RC coupled common emitter amplifier. ഷുവർ ആയിട്ടും ഇത് നിങ്ങൾക്ക് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിലുള്ള വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്. അപ്പൊ ഈ 3 പാരാമീറ്റേഴ്സും. അപ്പൊ ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് അനാലിസിസ് ചെയ്യണം. അനാലിസിസ് ചെയ്ത് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ച് ഈ 3 പാരാമീറ്ററും നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇതിൽ കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പൊ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നേരെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. RC കപ്പിൾഡ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഈ ഒരു കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് അതുപോലെ വരച്ചു വെക്കുക. ഓക്കെ, സോ അതിൽ എന്തൊക്കെയുള്ള കമ്പോണൻസ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. സോ ട്രാൻസിസ്റ്റർ ഉണ്ട്. നമ്മളിവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് R1 R2 എന്ന് പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ RC എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്. VCC എന്ന് പറയുന്ന പവർ സപ്ലൈ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബയാസിംഗ് സർക്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇൻപുട്ട് സൈഡിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അതുപോലെ ഔട്ട്പുട്ട് സൈഡിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അതുപോലെ തന്നെ REക്ക് പാരലായിട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ റോൾ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കാം, എങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, അങ്ങനെയും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, നമ്മുടെ കപ്പാസിറ്ററിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ബ്ലോക്സ് DC ആൻഡ് ഇറ്റ് പാസ് AC. അതായത് നമ്മുടെ സിഗ്നലിൽ എന്തെങ്കിലും DC കമ്പോണൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് കടത്തി വിടാതെ ബ്ലോക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലാണെങ്കിൽ എന്തെങ്കിലും ഒരു DC കമ്പോണന്റ് ആംപ്ലിഫൈഡ് സിഗ്നലിൽ ആഡ് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി essay സെക്ഷനിലാണ് നമ്മൾ ഈ ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിട്ട് വരിക. ഇനി ബൈപ്പാസ് കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളതും ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലാത്ത രീതിയിലും വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാം. സോ വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണ്, വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ആവുമ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ എമിറ്റർ ആണ്. RE എന്ന് പറയുന്ന റെസിസ്റ്റർ എമിറ്ററിലാണ്. അതിന് അക്രോസ് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫീഡ്ബാക്കിന് കാരണമാവും. സോ അതിന്റെ ഭാഗമായിട്ട് വോൾട്ടേജ് ഗെയിൻ കുറയുകയാണ് ചെയ്യുക. സോ വോൾട്ടേജ് ഗെയിൻ കൂട്ടാനാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ നമ്മുടെ AC സിഗ്നൽസിനെ ബൈപ്പാസ് ചെയ്യും. സോ RE എന്താവും, ഷോർട്ട് സർക്യൂട്ട് ആവും. സോ അതിന്റെ ഭാഗമായിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് റിമൂവ് ആവും, ആംപ്ലിഫയറിന്റെ ഗെയിൻ കൂടും. സോ അതാണ് നമ്മുടെ ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ പിന്നെ വരുന്ന കമ്പോണൻസ് എന്താണ്, ഒരു ലോഡ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ഇതുപോലെ വരച്ചു വെക്കുക. ദെൻ ഇതിൽ നമ്മൾ ഇനി എന്താ ചെയ്യുക, നമ്മുടെ BJT എന്ന് പറയുന്ന ആംപ്ലിഫയറിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. അപ്പൊ ഹൈബ്രിഡ് പൈ മോഡലാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഹൈബ്രിഡ് പൈ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുള്ള അതിന്റെ AC ഇക്വലന്റ് സർക്യൂട്ട്, AC അനാലിസിസ് ചെയ്തിട്ടുള്ള AC ഇക്വലന്റ് സർക്യൂട്ട് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, സോ AC ഇക്വലന്റ് സർക്യൂട്ട് ഇതുപോലെ വരച്ചു വെക്കുക. ഈ സർക്യൂട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപെഡൻസ് കിട്ടി, ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് കിട്ടി. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഗെയിൻ കിട്ടി. അപ്പൊ ഈ 3 പാരാമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 3 പാരാമീറ്റർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആദ്യം നോക്കാം. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ്. അപ്പൊ ഇൻപുട്ട് സൈഡിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ്, RB RΠ. അപ്പൊ ഇത് രണ്ടും കൂടെ പാരലാന്ന് എഴുതി വെച്ചാൽ മതി. RB പാരലൽ വിത്ത് RΠ. ഇതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി RB എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, R1 പാരലൽ ടു R2 ആണ്. R1 പാരലൽ ടു R2 ആണ് RB. സോ ഇത് രണ്ടും പാരലൽ ആണ്. നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടിലുള്ള ഈ 2 റെസിസ്റ്റൻസും പാരലൽ ആയതുകൊണ്ട് അത് ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടി. ഇനി
ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വാട്ട് ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്? ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ്. സോ എന്തൊക്കെ തമ്മിലുള്ള പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും? R0, നമ്മുടെ ഇതിന്റെ ഇന്റേണലി വരുന്ന റെസിസ്റ്റൻസ് ആണ് R0 പാരലൽ വിത്ത് RC. R0 പാരലൽ വിത്ത് RC ആണ് എന്ത്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ആയി. പിന്നെ എന്താണ്? വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറന്റ് ഇൻറ്റു ഔട്ട്പുട്ട് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറന്റ് ഇങ്ങോട്ട് GM_Vπ ആണ്. അപ്പൊ അപ്വേർഡ് കറന്റ് എന്തായിരിക്കും? -GM_Vπ ആണ്. സോ കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താ? ഔട്ട്പുട്ട് സൈഡിൽ 3 റെസിസ്റ്റൻസ് പാരലൽ ആണ്. അപ്പൊ എന്താണ്? R0 പാരലൽ വിത്ത് RC പാരലൽ വിത്ത് RL. ഓക്കെ, ദെൻ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ഇതാണല്ലോ ഗെയിന്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് എന്താ? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Vπ ആണ്. സോ ദിസ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് Vπ. ദിസ് ഗെറ്റ് ക്യാൻസൽഡ്. സോ വാട്ട് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ? -GM into. So this is equal to -GM into R0 parallel RC parallel RL. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഡെറിവേഷൻ ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, അതിന്റെ AC അനാലിസിസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എഴുതുക, കപ്പാസിറ്റേഴ്സ് എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു, അത് ബൈപ്പാസ് ആയാലും കപ്ലിംഗ് കപ്പാസിറ്റർ ആയാലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ദെൻ AC അനാലിസിസ് ചെയ്യുമ്പോൾ DC എല്ലാം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്ത് മോഡൽ വെച്ച് വരയ്ക്കുന്നു, ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക, അതിന് ഇൻപുട്ട് സൈഡിൽ നിന്ന് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇതൊരു SA കാറ്റഗറി ഇതിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഷോർട്ട് ആൻസർ നോക്കാം. ഡ്രോ ദി ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് എ BJT ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് പാരാമീറ്റർ. അതായത് ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കാനും ആ മോഡലിലുള്ള ഓരോ പാരാമീറ്റർ എന്താന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമ്മുടെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. AC അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടി ട്രാൻസിസ്റ്ററിനെ BJTനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഹൈബ്രിഡ് പൈ മോഡൽ വെക്കുന്നത്. അപ്പൊ നമ്മുടെ BJT ഇതാണ് നമ്മുടെ BJT. അപ്പൊ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ വെക്കുന്നത്. അപ്പൊ ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. അപ്പൊ 3 ടെർമിനൽസ്, ബേസ്, കളക്ടർ, എമിറ്റർ, 3 ടെർമിനൽസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡൽ വയ്ക്കുക. അപ്പൊ ബേസിനും എമിറ്ററിനും ഇടയിൽ Rπ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് GM_VBE. അതിന്റെ ഡയറക്ഷൻ ഫ്രം കളക്ടർ ടു എമിറ്റർ ആണ്, ഡൗൺവേർഡ്സ് ആണ്. ദെൻ ഔട്ട്പുട്ട് സൈഡിൽ R0 എന്ന് പറയുന്ന ഒരു ഇന്റേണൽ റെസിസ്റ്റൻസും ഉണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഉണ്ട്. അപ്പൊ ഈ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. ഇതിലുള്ള ഓരോ ടേം എന്താന്നുള്ളത് നോക്കാം. അതിൽ ഓരോ ടേം ഇപ്പൊ ഇതിൽ GM_VBE, GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്, ദാറ്റ് ഈസ് IC/VT ആണ്. GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്, IC/VT. സോ IC/VT ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ GM_Rπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ആണ്. GM_Rπ ഈസ് ഈക്വൽ ടു ബീറ്റ. GM_Rπ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. സോ GM_Rπ ഈസ് ഈക്വൽ ടു ബീറ്റ. ദെൻ GM_VBE എന്താ? ഔട്ട്പുട്ട് സൈഡിലെ കറന്റ് ആണ്, എന്താണ്? IC ആണ്. GM_VBE ഈസ് IC. സോ GM_VBE IC ആണ്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ IB. അപ്പൊ ഇത്രയും റിലേഷൻസ് നിങ്ങൾക്ക് ഇതിന്ന് ഓരോ ടേം എന്താന്നുള്ളത് എഴുതാം, അതിന് കണക്ട് ചെയ്യുന്ന റിലേഷനും എഴുതിയാൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഹൈബ്രിഡ് പൈ മോഡൽ. അത് നമുക്ക് ലോ ഫ്രീക്വൻസിയുടെ ഹൈബ്രിഡ് പൈ മോഡലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചത്. ഇനി ഈ മോഡലിനെ തന്നെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ ആക്കിയിട്ട് മാറ്റാം. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഇന്റേണൽ കപ്പാസിറ്റൻസ് Cπ Cμ എന്നുള്ള കപ്പാസിറ്റൻസ് ഒക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇത് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഇതിപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൈബ്രിഡ് പൈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ നമ്മളത് ലോ ഫ്രീക്വൻസി ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഹൈ ഫ്രീക്വൻസി പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ, അപ്പൊ എന്ത് ചെയ്യണം? ഇൻപുട്ട് സൈഡിൽ Cπ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് വരും. ദെൻ ഫീഡ്ബാക്കിൽ Cμ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് വരും. അപ്പൊ അത് ചോദിക്കുകയാണെങ്കിൽ ആ രീതിയിൽ വരയ്ക്കുക. വ്യത്യാസം ഒന്നുമില്ല, ബാക്കി എല്ലാം സെയിം ആണ്. ഈ 2 കപ്പാസിറ്റൻസ് ഹൈ ഫ്രീക്വൻസി മോഡലിൽ വരും എന്നുള്ള ഒരു ഡിഫറൻസേ ഇതിൽ വരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു എസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ ഓഫ് എ BJT. BJTയുടെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ ഡിറൈവ് ചെയ്യാനാണ്, ഡെറിവേഷൻ ആണ്. എസ് എ സെക്ഷനിലാണ് ഇത് ചോദിക്കുക. സോ എന്താണ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ? അതിന്റെ ഇക്വേഷൻ മാത്രമായിട്ട് നിങ്ങൾക്കൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പക്ഷേ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ഷുവർ ആയിട്ടും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ഡെറിവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ എന്താന്നുള്ള ഡെഫിനിഷൻ ആദ്യം എഴുതി വെക്കണം. സോ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ, അത് കറന്റ് ഗെയിൻ ആണ്. കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ് ആണ്. ഔട്ട്പുട്ട് കറന്റ് IC ആണ്, ഇൻപുട്ട് കറന്റ് IB ആണ്, IC ബൈ IB ആണ് കറന്റ് ഗെയിൻ. അത് ഷോർട്ട് സർക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് സൈഡ് എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം. ഔട്ട്പുട്ട് സൈഡ് എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം. സോ ഔട്ട്പുട്ട് സൈഡ് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ഔട്ട്പുട്ട് കറന്റും ആ സമയത്തുള്ള ഇൻപുട്ട് കറന്റും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ കിട്ടും. അപ്പൊ നമ്മുടെ ഹൈ ഫ്രീക്വൻസി അനാലിസിസിലാണ് ശരിക്കും ഈ ടേം വരുന്നത്. അപ്പൊ ഹൈ ഫ്രീക്വൻസി അനാലിസിസിൽ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് നേരെ എടുത്ത് വരയ്ക്കുക. നമ്മുടെ ഹൈ ഫ്രീക്വൻസി അനാലിസിസിൽ ആംപ്ലിഫയറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നേരെ എടുത്ത് വരയ്ക്കുക. അപ്പൊ കറന്റ് ഗെയിൻ കണ്ടുപിടിക്കണം എന്നുള്ളതുകൊണ്ട് ഇൻപുട്ട് സൈഡിൽ ഞാൻ ഇൻപുട്ട് കറന്റ് സോഴ്സ് കാണിച്ചു. ദെൻ ആർപൈ നമ്മുടെ മോഡലിൽ വരുന്ന കമ്പോണൻസ് ആണ്. ആർപൈ വരുന്നുണ്ട്, ദെൻ സിപൈ വരുന്നുണ്ട്, സിമ്യു വരുന്നുണ്ട്, ദെൻ GM-Vπ വരുന്നുണ്ട്, R0 വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സെക്ഷൻ എന്താണ്? ഇതെല്ലാം നമ്മുടെ BJTയുടെ ഇക്വലന്റ് സർക്യൂട്ടിൽ വരുന്നതാണ്. ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡലാണ്. ദെൻ ഇൻപുട്ട് സൈഡിൽ IB, ഔട്ട്പുട്ട് സൈഡിൽ IC. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് അനലൈസ് ചെയ്യാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും അനലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇൻപുട്ട് നോഡിൽ എന്ത് ചെയ്യുക? ഈ B എന്ന് പറയുന്ന നോഡിൽ എന്ത് ചെയ്യാം? KVL അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പഠിപ്പിച്ചാണ്. സോ ഈ ഇൻപുട്ട് സൈഡിൽ Bയിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുക, കറന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സോ ടോട്ടൽ ഇൻകമിങ് കറന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറന്റ് എന്നുള്ള ആ ഒരു KCL ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുക. ഇതിലേക്ക് വരുന്ന കറന്റ് IB ആണ്. അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറന്റ് ഒന്ന് ഈ ഒരു പാത്തിലൂടെ പോവും, പിന്നെ വരുന്നത് Cπയിലൂടെ പോവും, പിന്നെ ഒന്ന് Cμയിലൂടെ പോവും. അപ്പൊ ഈ മൂന്ന് കറണ്ടും കൂടെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? IB കിട്ടും. സോ IB is equal to മൂന്ന് കറണ്ടിന്റെയും കൂടെ സമ്മപ്പ്. ദെൻ അതൊന്ന് Vπ എന്നുള്ള ടേം നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആക്കി എടുത്തപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ നമുക്ക് IB കിട്ടി. ഇനി നമ്മൾ ഔട്ട്പുട്ട് ലൂപ്പ് എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, R0ന്റെ വാല്യൂ ഹൈ ആയതുകൊണ്ട് നമ്മൾ അത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ R0ന്റെ വാല്യൂ ഹൈ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് വന്നത്. ദെൻ ഔട്ട്പുട്ട് സൈഡിൽ എന്ത് ചെയ്യാം? ഇതുപോലെ KCL അപ്ലൈ ചെയ്യുക. ഔട്ട്പുട്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യാം? ഇതുപോലെ കറണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വരുന്ന കറണ്ട് നോക്കിയേ, CMയിലൂടെ ഒരു കറണ്ട് വരുന്നുണ്ട്, ഈ IC എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതൊന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് GM-Vπ ആണ്. അപ്പോൾ എന്ത് വരും? GM-Vπ is equal to ബാക്കി രണ്ട് കറണ്ടിന്റെയും കൂടെ സമ്മ്. അപ്പൊ അതിന്ന് കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ICയുടെ എക്സ്പ്രഷൻ കിട്ടും. ലാസ്റ്റ് ഏതിന്റെ എക്സ്പ്രഷൻ കിട്ടും? ICയുടെ എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ നമുക്ക് IC കിട്ടി, IB കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? അതിന്റെ റേഷ്യോ എടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടി? ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ കിട്ടി. സോ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ അതിനെ HFE എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. IC ബൈ IB ആണ്. IC ഉണ്ട്, IB ഉണ്ട്, തമ്മിൽ ഡിവൈഡ് ചെയ്യുക, IC ബൈ IB ചെയ്യുക. അപ്പൊ അതിലുള്ള ഒരു കണ്ടീഷനും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാം. ട്രാൻസ് കണ്ടക്ടൻസ് ഈസ് വെരി ലാർജ് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ന്യൂമറേറ്റർ ടേം എന്തായിട്ട് തന്നെ മാറും? GM ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? GM ഡിവൈഡഡ് ബൈ 1/Rπ പ്ലസ് J ഒമേഗ ഇൻറ്റു Cπ പ്ലസ് Cμ. ഓക്കെ, ഇപ്പൊ ഇതിൽ Rπ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് മുകളിലേക്ക് പോവും. സോ എന്ത് വരും? GM Rπ ഡിവൈഡഡ് ബൈ 1 പ്ലസ് J ഒമേഗ Rπ ഇൻറ്റു Cπ പ്ലസ് Cμ. അപ്പൊ ഇതാണ് എന്ത് വരിക? നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിനിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ നിങ്ങൾ അതിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. എന്താണ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ഇൻപുട്ട് സൈഡിൽ KCL അപ്ലൈ ചെയ്യുക, അതിന് IB കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് സൈഡിൽ KCL അപ്ലൈ ചെയ്യുക, അവിടുന്ന് IC കണ്ടുപിടിക്കുക, IC ബൈ IB ചെയ്യുക. നമുക്ക് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ കിട്ടും. അതിൽ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫൈനൽ ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കിട്ടുക. അപ്പൊ ഇത്രയും ഡിറൈവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ഇനി ഷോർട്ട് ആൻസർ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്തതിന് ശേഷം ഈ ഫൈനൽ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ഡെറിവേഷൻ ഒന്നും വേണ്ട. എന്നാലും ഓരോ ടേം എന്താണെന്നുള്ളതൊന്ന് സ്റ്റേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ചോദിച്ചാലും ഫുൾ മാർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഡെറിവേഷൻ തന്നെ കുറച്ച് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം.
അതായത് ഡിറൈവ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ബീറ്റ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ബീറ്റ. ഇപ്പൊ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിനിൽ ഈ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 2πf കൊടുക്കാം. ഒമേഗയ്ക്ക് വരാൻ 2πf കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിനെ ഈ രീതിയിൽ എഴുതുകയാണ്. സോ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ ഇസ് ഈക്വൽ ടു GMR pi ഡിവൈഡഡ് ബൈ 1 plus j 2π R pi f 1 plus j 2π R pi f into C pi plus C mu ഈ ഒരു ടേം. അപ്പൊ ഇതിൽ എഫ് മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ള ടേമില് എഫ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 1/2π R pi C pi plus C mu. എഫ് എന്നുള്ള ടേം മാത്രം അവിടെ നിർത്തുക. ബാക്കി ഞാനൊരു ഡിനോമിനേറ്റർ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് എഫ് ബീറ്റ. സോ എന്ത് വരും? GMR pi ഡിവൈഡഡ് ബൈ 1 plus j f by f beta. അതിൽ എഫ് ബീറ്റ അപ്പൊ എന്തായിരിക്കും? എഫ് ബീറ്റ ഈസ് 1/2π R pi C pi plus C mu. ഈ ടേമിനെ പറയുന്ന പേരാണ് ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ നിങ്ങൾ ഈ സെയിം ഡെറിവേഷനിൽ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്താൽ, അതായത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിനിന്റെ ഈ ഒരു ഫൈനൽ എക്സ്പ്രഷനിൽ ഒരു ചെറിയൊരു റീഅറേഞ്ച്മെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡിറൈവ് ചെയ്ത് കിട്ടും? ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതായത് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ y ആക്സിസിൽ, ഫ്രീക്വൻസി x ആക്സിസിൽ. സോ മാക്സിമം കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബീറ്റ നോട്ട് ആണ്. എന്താ ബീറ്റ നോട്ട്? ബീറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു ടേം ആണ്. ദിസ് ഈസ് ബീറ്റ നോട്ട് GMR pi. സോ GMR pi ആണ് മാക്സിമം ഗെയിൻ. ഇനി ഫ്രീക്വൻസി കൂട്ടുമ്പോൾ ഗെയിൻ എന്ത് ചെയ്യാൻ കുറയുന്നുണ്ട്. ഇനി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ അതിനെയാണ് ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? GMR pi നെ ബീറ്റ നോട്ട് എന്ന് പറഞ്ഞു. സോ ബീറ്റ നോട്ട് ഡിവൈഡ് ബൈ 1 plus j f by f beta. 1 plus j f by f beta ആയിട്ട് വരും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരിക. അപ്പൊ f is equal to f beta വരുമ്പോൾ എന്താ സംഭവിക്കുക? f is equal to f beta വരുമ്പോൾ ബീറ്റ നോട്ട് ബൈ √2 ആയിട്ട് മാഗ്നിറ്റ്യൂഡ് കുറയും. ബീറ്റ നോട്ട് ബൈ √2 ആയിട്ട് മാഗ്നിറ്റ്യൂഡ് കുറയും. നമ്മളത് മുന്നേ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ 3 dB പോയിന്റിൽ എന്താണ്? മാക്സിമം ഗെയിൻ ഡിവൈഡ് ബൈ √2. 0.707 ഓഫ് മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ 70% എന്ന് പറയാം. നമ്മളത് ലോഗ് സ്കെയിലിലേക്ക് മാറ്റുമ്പോഴാണ് -3 dB എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് വരുന്നത്. അപ്പൊ എഫ് ബീറ്റയില് നമ്മുടെ ഗെയിൻ എന്താ ചെയ്യുന്നത്? മാക്സിമം കറന്റ് ഗെയിനിന്റെ 70.7% അല്ലെങ്കിൽ മാക്സിമം കറന്റ് ഗെയിൻ ഡിവൈഡ് ബൈ √2 ആയിട്ട് മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ആവുന്ന ഫ്രീക്വൻസിയാണ് എന്ത്? ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ ഡ്രോപ്സ് ടു 0.707 ടൈംസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടും. ചിലപ്പോൾ ഇത് ഷോർട്ട് ആൻസർ ആയിട്ട് അത് എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. സോ വാട്ട് ഈസ് ദ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി? ഇപ്പൊ നമുക്ക് അതിന്റെ ഫൈനൽ ഇക്വേഷനും ആ ഗ്രാഫും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് ഫോർ എ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കേസിലുള്ള ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ്. സോ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ FT ആണ്. ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ FT ആണ്. അതിനെ ഫിഗർ ഓഫ് മെറിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. സോ അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് എന്താന്നുള്ളത് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. ഡെറിവേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് essay ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു 9 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇതൊക്കെ. സോ നമുക്ക് ആദ്യം എന്താണ് യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിൽ ഇവിടെ ഒരു ഫ്രീക്വൻസി കാണാം, FT. ഈ ഫ്രീക്വൻസിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്? യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസിയുടെ പ്രത്യേകത എന്താണ്? ഈ ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ ഗെയിനിന്റെ വാല്യൂ എന്താവും? 1 ആവും. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ യൂണിറ്റി ആവുന്ന ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് FT.
ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ യൂണിറ്റി ആവുന്ന ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് FT. സിമ്പിൾ. അപ്പൊ അതിനെന്ത് പറയാം? യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. സോ it is the frequency at which the gain of an amplifier becomes unity. ഓക്കെ, അതിനെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വിളിക്കാറുണ്ട്, അതിനെ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, എന്താ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ഒരേ പേര് തന്നെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇതിന് 2-3 ആൾട്ടർനേറ്റീവ് നെയിംസ് ഉള്ളത് കൊണ്ട് അതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളൊരു എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ടേം ഫിഗർ ഓഫ് മെറിറ്റ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്താണെന്ന് പിന്നീട് ആലോചിച്ച് പോകും. അതുകൊണ്ട് ഈ ആൾട്ടർനേറ്റീവ് നെയിംസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ. ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിന്റെ എക്സ്പ്രഷൻ എന്താണ്? β0 ഡിവൈഡ് ബൈ 1 + jf/f β. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവുന്ന ഫ്രീക്വൻസി അതാണ് FT. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവുന്ന ഫ്രീക്വൻസി ഇതാണ് FT. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ =1 കൊടുത്താൽ മതി. ഡെറിവേഷനിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ബാക്കിയുള്ള എല്ലാ ഡെറിവേഷനും ഫുള്ളായിട്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു ഫൈനൽ എക്സ്പ്രഷൻ എഴുതുക, ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ എഴുതുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവുന്ന കേസ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? β0 ഡിവൈഡ് ബൈ ഇത് കോംപ്ലക്സ് നമ്പർ ആണ്, √(a² + b² വരും. സോ 1 എന്നുള്ള 1ന്റെ സ്ക്വയർ നമുക്ക് അതിന്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ 1² എന്നുള്ള ടേം നെഗ്ലക്ട് ചെയ്യാം. സോ എന്ത് വരും? β0² ഡിവൈഡ് ബൈ √(ft/f β²). അപ്പൊ β0 f β/ft എന്ന് വരും. അപ്പൊ അതിന് FT എന്ത് കിട്ടും? FT = β0 f β എന്ന് കിട്ടും. β0 f β. അപ്പൊ β0 അതുപോലെ നിർത്തുക. f β എന്താ? ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി. അത് നമ്മൾ ആൾറെഡി നമ്മളെടുത്ത് അതിന്റെ ഫൈനൽ എക്സ്പ്രഷൻ ഉണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ f βയ്ക്കുള്ള ടേം എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ β0 f β ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FTക്കുള്ള ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. ഈ ഒരു എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെക്കേണ്ടത്. സോ f β എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ട്രാൻസിസ്റ്റർ എന്ന് പറയാം. ഈ FTനെയാണ് യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ ആണ് നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഷോർട്ട് ആൻസർ ആയിട്ട് എന്താണ് അത് സംഭവം എന്നുള്ളതും അതിന്റെ ഡെഫിനിഷനും ഫൈനൽ ഇക്വേഷൻ ആയിട്ടൊക്കെ ഷോർട്ട് ആൻസർ ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ ചോദിക്കാം, f β എന്നുള്ള ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി ചോദിക്കാം, അല്ലെങ്കിൽ FT എന്നുള്ള യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിത്ത് ഡെറിവേഷൻ. ഇപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് റെഫർ ചെയ്യുക. നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെറിവേഷൻ എല്ലാം തിയറി ക്ലാസ് വീഡിയോസ് ആയിട്ട് ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്, അത് റെഫർ ചെയ്യുക. ഇനി അടുത്തത് വാട്ട് ഈസ് മില്ലർ എഫക്ട് കപ്പാസിറ്റൻസ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്. അപ്പൊ മില്ലർ എഫക്ട് എന്താന്നുള്ളത് മില്ലേഴ്സ് തിയറി ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ബ്രീഫായിട്ട് ചോദിക്കാം എന്താണെന്നുള്ളത്. ദെൻ ഡെറിവേഷനോട് കൂടി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ മില്ലേഴ്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്കിൽ ഒരു കപ്പാസിറ്ററോ റെസിസ്റ്ററോ അല്ലെങ്കിൽ ഇമ്പിഡൻസോ വരുമ്പോൾ ഒരു ആംപ്ലിഫയറിന്റെ ഫീഡ്ബാക്ക്, ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിന്റെ ഇടയിൽ വരുന്നതാണല്ലോ ഫീഡ്ബാക്ക്. അപ്പൊ ഫീഡ്ബാക്കിൽ ഒരു കമ്പോണന്റ് വന്നാൽ ഈ കമ്പോണന്റിനെ നമുക്ക് ഇൻപുട്ട് സൈഡിലേക്കും ഈ കമ്പോണന്റിനെ നമുക്ക് ഔട്ട്പുട്ട് സൈഡിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിയറാണ് ഏത് തിയറം? മില്ലേഴ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വലന്റ് ആയിട്ട് വരയ്ക്കാൻ ഇതിനെ എടുത്തിട്ട് എവിടെ വെക്കാം? ഇൻപുട്ടിൽ വെക്കാം. ഇതിനെ എടുത്തിട്ട് ഔട്ട്പുട്ടിലും വെക്കാം. അപ്പൊ അതിന്റെ സിംപ്ലിഫിക്കേഷൻ എന്താണ്? അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് സൈഡിൽ എന്താണ് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് സൈഡിൽ എന്താണ് ഇമ്പിഡൻസ് എന്നുള്ളത് നമ്മൾ അനാലിസിസ് ഹൈ ഫ്രീക്വൻസിയിൽ ഈസി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മില്ലേഴ്സ് തിയറം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് സൈഡിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇതിനെ ഇൻപുട്ട് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് സൈഡിൽ വരുന്ന ഇമ്പിഡൻസ് എന്താന്നുള്ളത് ഇൻപുട്ട് സൈഡ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് ഇൻപുട്ട് കറന്റ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഇമ്പിഡൻസ്. ഇപ്പൊ VI - V0/ZF. V0 എന്ന് പറഞ്ഞാൽ എന്താണ്? A × VI ആണ്, ഗെയിൻ × ഇൻപുട്ട് ആണ്. അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ത് വരും? ZF/1 - A ആണ്. അപ്പൊ ഈ ZFന്റെ ഇക്വലന്റ് ഇൻപുട്ട് സൈഡിൽ എന്തായിട്ട് വരും? ZF/1 - A. ഇപ്പൊ ഞാൻ ജനറലി പറയാണ് ഇമ്പിഡൻസ് എന്നുള്ളൊരു ടേം. ഇനി ഔട്ട്പുട്ട് സൈഡ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ ഔട്ട്പുട്ട് സൈഡിൽ എന്ത് കണ്ടുപിടിക്കുക? ഔട്ട്പുട്ട് സൈഡിൽ ആ ഒരു നോഡിൽ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് കറന്റ് കണ്ടുപിടിക്കുക. അപ്പൊ വീണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ്, ഫീഡ്ബാക്ക് ഇമ്പിഡൻസ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് എന്ത് ചെയ്യുക?
ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഗെയിൻ കൊടുക്കുക ബൈ സെറ്റ് എഫ്. അപ്പൊ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V0/I0 കിട്ടും. അതാണ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. സോ V0/I0 ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് എഫ് ഇൻറ്റു A/A-1 എന്നുള്ള എക്സ്പ്രഷൻ കിട്ടി. അപ്പോൾ ഇൻപുട്ട് സൈഡിലുള്ള ഇംപിഡൻസിന്റെ എക്സ്പ്രഷൻ കിട്ടി, ഔട്ട്പുട്ട് സൈഡിലുള്ള ഇംപിഡൻസിന്റെ എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. ഇനി നിങ്ങൾ ഈ ഫീഡ്ബാക്ക് കമ്പോണന്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല, അതിന് ഇൻപുട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ എന്ത് വന്നു? സെറ്റ് എഫ് ബൈ 1 - A വന്നു. അതിന് ഔട്ട്പുട്ട് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്തു, എന്ത് വന്നു? സെറ്റ് എഫ് ഇൻറ്റു A/A-1 എന്നുള്ളത് വന്നു. അപ്പൊ ഇത്രയാണ് മില്ലേഴ്സ് തിയറത്തിന്റെ ഒരു പ്രൂഫ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. ഇനി കപ്പാസിറ്റൻസ് ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇൻപുട്ട് സൈഡില് എന്താണ് കപ്പാസിറ്റൻസ് വരിക? ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് ഇൻറ്റു 1 - A ആണ് വരിക. ഔട്ട്പുട്ട് സൈഡില് ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് ഇൻറ്റു A-1/A ആണ് വരിക. റെസിസ്റ്റൻസ് ആണെങ്കിൽ ഉള്ള കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കപ്പാസിറ്റൻസിന്റെ കേസാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ C/C-mu എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ ഇന്റേണൽ കപ്പാസിറ്റൻസിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി മോഡലിൽ ഈ ഒരു മില്ലേഴ്സ് തിയറം വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു essay ആണെങ്കിൽ ഇത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഷോർട്ട് ആൻസർ ആകുമ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഈ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് വരച്ച് ഇതിന് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് മാത്രം എഴുതാം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ BJT. അപ്പൊ നമ്മൾ ലോ ഫ്രീക്വൻസി മോഡൽ ഹൈബ്രിഡ് പൈ മോഡൽ നമ്മൾ പഠിച്ചു. അതിനെ ഒന്ന് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ കിട്ടും. സോ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇതിന്റെ ബേസിനും എമിറ്ററിനും ഇടയിൽ C/Pi എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഉണ്ട്, ബേസിനും കളക്ടറിനും ഇടയിൽ C-mu എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പൊ ഈ ഹൈ ഫ്രീക്വൻസി മോഡലില് ഈ കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരിക. ബാക്കിയുള്ള ഹൈബ്രിഡ് പൈ മോഡൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ മോഡൽ, മാറ്റമൊന്നുമില്ല. R/Pi ഉണ്ടാവും, അതുപോലെ തന്നെ GMVB R0 ഒക്കെ അവിടെ ഉണ്ട്. എക്സ്ട്രാ വന്ന എന്താണ്? മെയിൻ ആയിട്ട് വന്ന എക്സ്ട്രാ എന്താണ്? C/Piയും C-mu. ബാക്കി വരുന്ന ഈ R-mu RB അതൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, അനാലിസിസിൽ നെഗ്ലക്ട് ചെയ്യാം. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ R-mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ് R-mu. അപ്പോൾ അതൊക്കെ ഐഡിയലി വാല്യൂ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ കമ്പോണന്റ് ഒക്കെ നെഗ്ലക്ട് ചെയ്യാം. ദെൻ ബേസ് കോണ്ടാക്റ്റിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് RB. ഇതൊക്കെ നമുക്ക് അനാലിസിസിൽ നെഗ്ലക്ട് ചെയ്യാം. മെയിൻ ആയിട്ട് നിങ്ങൾ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡലിൽ വരയ്ക്കേണ്ട 2 കമ്പോണൻസ്, ഒന്ന് ബേസിനും എമിറ്ററിനും ഇടയിൽ C/Pi, ബേസിനും അതുപോലെ തന്നെ ബേസിനും കളക്ടറിനും ഇടയിൽ C-mu. ഓക്കെ, അപ്പൊ ഈ 2 ജംഗ്ഷൻ കപ്പാസിറ്റൻസ് വരച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡലായിട്ട് മാറും. അപ്പൊ മോഡൽ വരയ്ക്കുക, ഈ കമ്പോണൻസ് അതിൽ മാർക്ക് ചെയ്യുക, ഓരോ ടേം എന്താന്നുള്ളതും ഓരോ കമ്പോണന്റ് എന്താന്നുള്ളതും ജസ്റ്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിൽ ഫുൾ മാർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FH ഓഫ് എ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസിംഗ് ഹൈബ്രിഡ് പൈ മോഡൽ. അപ്പൊ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസിംഗ് ഹൈബ്രിഡ് പൈ മോഡൽ. അപ്പൊ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ചെയ്തിട്ട് അതിന്ന് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇത് അതേപോലെ എന്ത് ചെയ്യുക? ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കുക. അപ്പൊ കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം നിങ്ങൾ വരയ്ക്കുക. അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC അനാലിസിസ് ചെയ്ത് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. AC അനാലിസിസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒക്കെ നമുക്കറിയാം. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ, ഇതൊക്കെ ഷോർട്ട് ചെയ്യുന്നു. VCC നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. ദെൻ ബാക്കി ഈ BJTനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസി മോഡൽ ആയതുകൊണ്ട് C/Pi C-mu എന്നുള്ള കപ്പാസിറ്റൻസ് ഇതിന്റെ മോഡലിൽ വരും. അപ്പൊ ഈ C-mu ഇവിടെ ഒരു ചെറിയ പ്രശ്നക്കാരനാണ്. കാരണം എന്താണ്? ഇത് നമ്മുടെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിലാണ്, ഫീഡ്ബാക്കിലാണ്. അപ്പൊ ഫീഡ്ബാക്കിൽ ഒരു കമ്പോണന്റ് വന്നാൽ ഏത് അപ്ലൈ ചെയ്യണം? ഏത് തിയറം അപ്ലൈ ചെയ്യണം? മില്ലേഴ്സ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പൊ മില്ലേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സർക്യൂട്ടിനെ, ഈ ഒരു കപ്പാസിറ്റൻസിനെ ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും മാറ്റാം.
സോ ബൈ മില്ലേഴ്സ് തിയറം നമുക്ക് ഈ ഒരു സി മ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്റൻസിനെ ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും കൺവേർട്ട് ചെയ്യണം. സോ ഇൻപുട്ട് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കപ്പാസിറ്റൻസ് വരിക? സി മ്യൂവിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചതാണ്. സോ ഇൻപുട്ട് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ C1 എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഞാൻ എടുത്തു. സോ സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV വരും. സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV എന്നുള്ളത്. AV നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. വോൾട്ടേജ് ഗെയിൻ എന്താണ്? കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കേസിലുള്ള വോൾട്ടേജ് ഗെയിൻ എന്താണ്? -GM ഇൻറ്റു RC പാരലൽ RL പാരലൽ R0 ആണ്. അപ്പൊ അത് ഇവിടെ AVയുടെ അവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിലേക്ക് വരുമ്പോഴുള്ള കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV ആണ്. സോ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ 1 പ്ലസ് GM ഇൻറ്റു RC പാരലൽ RL പാരലൽ R0 എന്നായിട്ട് ഇൻപുട്ട് സൈഡിലുള്ള കപ്പാസിറ്റൻസ് കൺവേർട്ട് ആവും. ഇനി ഔട്ട്പുട്ട് സൈഡിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? C2 എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ് ഔട്ട്പുട്ട് സൈഡിൽ. സോ എന്ത് വരും? സി മ്യൂ ഇൻറ്റു AV മൈനസ് 1 ബൈ AV ആണ്. അപ്പൊ AV മൈനസ് 1 ബൈ AV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ആണ്. അപ്പൊ എന്ത് തന്നെ വരും? C2 ഈസ് അപ്രോക്സിമേറ്റ്ലി സി മ്യൂ തന്നെ വരും. C2 ഈസ് അപ്രോക്സിമേറ്റ്ലി സി മ്യൂ. അപ്പോൾ ഈ ഒരു മില്ലേഴ്സ് തിയറത്തിന്റെ റിസൾട്ട് വെച്ചിട്ട് ഞാൻ ഇൻപുട്ട് സൈഡിലേക്ക് കപ്പാസിറ്റൻസ് വന്നു. സോ ഇൻപുട്ട് സൈഡിലേക്ക് വന്നത് C1ഉം ഔട്ട്പുട്ട് സൈഡിലേക്ക് വന്നത് C2 വെച്ചിട്ട് ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഒന്നും കൂടെ റീഡ്രോ ചെയ്തു. അപ്പൊ നേരത്തെ വരച്ച ഇതേ ഡയഗ്രാം സി മ്യൂവിനെ മാറ്റിയിട്ട് ഇൻപുട്ട് സൈഡിൽ C1 വന്നു, ഔട്ട്പുട്ട് സൈഡിൽ എന്ത് വന്നു? C2 വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഇപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേറ്റ് ആയി, ഫീഡ്ബാക്ക് പോയി. ഓക്കെ, ഇപ്പൊ ഇനി നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഇൻപുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് എന്താന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇൻപുട്ട് സൈഡിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? RB പാരലൽ Rπ ആണ്. R1 പാരലൽ ടു R2 അതാണ് RB പാരലൽ ടു Rπ ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ടോട്ടൽ. ഇപ്പൊ ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്താ ടോട്ടല്? ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആൾറെഡി Cπ ഉണ്ട്, ഇപ്പൊ C1ഉം കൂടെ വന്നു. ഇപ്പൊ രണ്ടും പാരലൽ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് രണ്ടും Cπയും C1ഉം പാരലൽ ആണ്. അപ്പൊ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും കൂടെ സമ്മ്. സോ ടോട്ടൽ കപ്പാസിറ്റൻസ് അറ്റ് ഇൻപുട്ടിന് Ci എന്ന് പറഞ്ഞാൽ Cπ പ്ലസ് C1 ആണ്. അപ്പൊ ഇൻപുട്ട് സൈഡിലുള്ള ഒരു ഇക്വലന്റ് സർക്യൂട്ട് ഞാൻ വരയ്ക്കുകയാണ്. നമ്മുടെ സിഗ്നൽ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, Ri എന്ന് പറയുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ട്, Ci എന്ന് പറഞ്ഞ ടോട്ടൽ കപ്പാസിറ്റൻസ് ഉണ്ട്, അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് Vi. പിന്നെ ഞാൻ ഈ Vi കണ്ടുപിടിക്കുകയാണ്. സോ Vi കണ്ടുപിടിക്കണമെങ്കിൽ ഏത് യൂസ് ചെയ്താൽ മതി? വോൾട്ടേജ് ഡിവിഷൻ റൂൾ യൂസ് ചെയ്തിട്ട് Vi കണ്ടുപിടിക്കാം. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. Vi ഈക്വൽ ടു മെയിൻ വോൾട്ടേജ് Vs ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ്. ദിസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Riയും Ciയും എന്താണ്? പാരലൽ ആണ്. സോ Ri പാരലൽ ടു Ci എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടൻസ് ടേമിലേക്ക് മാറ്റുമ്പോൾ 1/j⍵Ci വരും. ഡിവൈഡ് ബൈ ടോട്ടൽ ഇതിന്റെ സമ്മ്. ഇപ്പൊ എന്ത് വരും? Rs പ്ലസ് ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ, Rs പ്ലസ് ഇത് രണ്ടിന്റെയും കൂടെ പാരലൽ കോമ്പിനേഷൻ. ഇനി ഇത് എന്ത് ചെയ്യാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. പാരലൽ കോമ്പിനേഷൻ എന്നുള്ളതിനെ സിംപ്ലിഫൈ ചെയ്യാം. സോ രണ്ടെണ്ണം പാരലൽ ആയിട്ട് വരുമ്പോൾ R1 R2 ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. സോ R1 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതുപോലെ Riയും 1/j⍵Ci കൂടെ പാരലൽ വരുമ്പോൾ Ri ഇൻറ്റു 1/j⍵Ci പ്ലസ് Ri പ്ലസ് 1/j⍵Ci എന്നുള്ള രീതിയിൽ പാരലൽ കോമ്പിനേഷൻ എഴുതുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക. ഓക്കെ, ഇപ്പൊ ഡീറ്റെയിൽഡ് ഇതിന്റെ ഡെറിവേഷനിൽ കൂടുതൽ ഡൗട്ട്സ് ഉള്ളവർ നമ്മുടെ ആപ്പിലുള്ള വീഡിയോസ് റെഫർ ചെയ്യുക. നമ്മൾ ഓരോ സ്റ്റെപ്പും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ റെഫർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ട് എന്ത് കിട്ടും? Vi is equal to Vs into എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഈ എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ ഇതിൽ കോമൺ ടേം ഉള്ളത് അഗെയിൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു RSന് നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് വരും? RS ഇൻറ്റു 1 RS വരും. ദെൻ RS ഇതിലേക്ക് മൾട്ടിപ്ലൈ എന്ത് വരും? j⍵Ri ഇവിടെ ഉണ്ട്, j⍵Ri അതിന്റെ കൂടെ RSഉം കൂടെ വരും ഇൻറ്റു Ci പ്ലസ് എന്ത് കൂടെ വരും? ഇവിടെ ഉള്ള Ri വരും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും എക്സ്പ്രഷൻ വരിക. അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? Ri പ്ലസ് RS ഞാൻ പുറത്തെടുത്തു. Ri പ്ലസ് RS ഞാൻ പുറത്തെടുത്തു. സോ Ri പ്ലസ് RS പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ വരിക Ri ഡിവൈഡ് ബൈ ദിസ് ടേം, ഒരു ഡിനോമിനേറ്റർ ടേം അവിടെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്, V0 ബൈ Vs ആണ് ഗെയിന്. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? V0 ബൈ Vi ഇൻറ്റു Vi ബൈ Vs.
വി നോട്ട് ബൈ വി ഐ ഇൻറ്റു വി ഐ ബൈ വി എസ് തന്നെയാണ് എന്ത് വി നോട്ട് ബൈ വി എസ്. ഇപ്പൊ വി നോട്ട് ബൈ വി ഐ എന്താണ്? ഗെയിൻ ആണ്. നമുക്കറിയാം ഗെയിൻ ആണ്. എന്താണ്? മൈനസ് ജി എം ഇൻറ്റു ആർ നോട്ട് പാരലൽ ആർ സി പാരലൽ ആർ എൽ. ഓക്കെ, ദെൻ വി ഐ ബൈ വി എസ്. ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? വി ഐ ബൈ വി എസ് കിട്ടും. ഇവിടുന്ന് വി ഐ ബൈ വി എസ് കിട്ടും. ഇപ്പൊ വി ഐ ബൈ വി എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ ഐ ഡിവൈഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് ഇൻ ബ്രാക്കറ്റ് 1 പ്ലസ് ജെ ഒമേഗ ആർ ഐ ആർ എസ് സി ഐ ഡിവൈഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ആയിട്ട് വരും. ഈ ഒരു എക്സ്പ്രഷൻ ആയിട്ട് വരും. അപ്പൊ എന്താണ് ടോട്ടൽ വോൾട്ടേജ് ഗെയിൻ? എന്താണ്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ജി എം ആർ നോട്ട് പാരലൽ ആർ സി പാരലൽ ആർ എൽ ഇൻറ്റു ആർ ഐ ബൈ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേം വരും. അപ്പൊ ഈ ഒരു ടേം എന്താണ്? ഇത്രയും ഭാഗം എന്താണ്? ഇത്രയും ഭാഗം എന്താന്നുള്ളത് നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് മിഡ് ബാൻഡ് ഗെയിൻ ആണ്. മിഡ് ബാൻഡ് ഗെയിൻ, മിഡ് ബാൻഡ് ഗെയിൻ. ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ഗെയിൻ. സോ ഹൈ ഫ്രീക്വൻസി ഗെയിൻ ഇസ് ഈക്വൽ ടു മിഡ് ബാൻഡ് ഗെയിൻ ഡിവൈഡ് ബൈ ബാക്കി വരുന്ന ഈ ഡിനോമിനേറ്റർ ടേം എഴുതുക. 1 പ്ലസ് ജെ ഒമേഗ, ഒമേഗയ്ക്ക് 2πf കൊടുത്തു. ഇനി ആർ ഐ ആർ എസ് സി ഐ ഡിവൈഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഐ ആർ എസ് ഡിവൈഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഐ പാരലൽ ടു ആർ എസ് ആണ്. ആർ ഐ പാരലൽ ടു ആർ എസ് അതിവിടെ എഴുതി ഇൻറ്റു സി ഐ. അപ്പൊ ഇതിൽ എഫ് അവിടെ നിർത്തുക, ജെ എഫ് നിർത്തുക. ബാക്കി ടേം ഈ 2π അതുപോലെ തന്നെ ആർ ഐ പാരലൽ ആർ എസ് സി ഐ ഈ ടേമിനൊക്കെ പാട് എന്ത് ചെയ്തു? FH1 എന്നുള്ള ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് എടുത്തു. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് എടുത്തു FH1. അപ്പൊ എന്താണ്? 1/2π ആർ ഐ പാരലൽ ആർ എസ് പാരലൽ സി ഐ എന്നുള്ള ആർ ഐ പാരലൽ ആർ എസ് ഇൻറ്റു സി ഐ എന്നുള്ള FH1 എടുത്തു. അപ്പൊ നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഗെയിൻ എന്തായിട്ട് മാറി? AH is equal to AM ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ എഫ് ബൈ FH1 ആയിട്ട് മാറി. അപ്പൊ ഇതാണ് ഇൻപുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കൊണ്ടുള്ള നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഗെയിന്, അതിന്ന് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇനി ഇതേ പ്രൊസീജിയർ നിങ്ങൾ എന്ത് ചെയ്യുക? എഫക്റ്റ് ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്. അപ്പൊ ഔട്ട്പുട്ട് സൈഡ് മാത്രം എടുക്കുക. എന്താണ്? കറണ്ട് സോഴ്സ്, റെസിസ്റ്റൻസ്, ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്റൻസ്, ആർ സി, ആർ എൽ. അപ്പൊ അവിടുത്തെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ത് വരും? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ത് വരും? 1/2π ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസ്. ഇപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? ഈ മൂന്നെണ്ണത്തിന്റെയും കൂടെ പാരലൽ ആണ്. ആർ സി ആർ നോട്ട് ആർ എല്ലിന്റെ പാരലൽ കോമ്പിനേഷൻ ആണ്. ഇനി ഔട്ട്പുട്ട് സൈഡിലുള്ള കപ്പാസിറ്റൻസ് എന്ത് തന്നെയാണ്? മില്ലേഴ്സ് തിയറം അനുസരിച്ച് എന്ത് തന്നെയാണ്? സി മ്യൂ ആണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? 1/2π ആർ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി മ്യൂ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഗെയിൻ എന്തായിട്ട് വരും? മിഡ് ബാൻഡ് ഗെയിൻ ഡിവൈഡ് ബൈ നേരത്തെ കിട്ടിയത് 1 പ്ലസ് ജെ എഫ് ബൈ FH1 അല്ലേ? അപ്പൊ അതിന്റെ കൂടെ എന്ത് കൂടെ വരും? 1 പ്ലസ് ജെ എഫ് ബൈ FH1 കൂടെ 1 പ്ലസ് ജെ എഫ് ബൈ FH2. അപ്പൊ പുതിയൊരു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടെ കിട്ടും ഡ്യൂ ടു ഔട്ട്പുട്ട് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഓവറാൾ കപ്പാസിറ്റൻസ് ഇൻപുട്ട് സൈഡ് ഔട്ട്പുട്ട് സൈഡ് കൊണ്ടുള്ള ഓവറാൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ത് വരും? FH is equal to 1/√1/FH1 സ്ക്വയർ പ്ലസ് 1/FH2 സ്ക്വയർ വരും. 1/√1/FH1 സ്ക്വയർ പ്ലസ് 1/FH2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിയുമായിട്ടുള്ള ഡെറിവേഷനിൽ ചെയ്യേണ്ട കാര്യം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഡ്രോ ദി സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് എ മോസ്ഫെറ്റ്. അപ്പൊ നമ്മൾ BJT ആംപ്ലിഫയർ സെക്ഷനിലുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അതിൽ ഇനി എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള ഡിസൈൻ ആണ്. ഒരു ആംപ്ലിഫയർ, കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈൻ ചോദിക്കാം. അപ്പൊ ഡിസൈൻ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ വീഡിയോ സെഷൻ 1 വീഡിയോ വാച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഡിസൈൻ കിട്ടും. R1 എങ്ങനെ കണ്ടുപിടിക്കും, R2 എങ്ങനെ കണ്ടുപിടിക്കും, RE എങ്ങനെ കണ്ടുപിടിക്കും, RC എങ്ങനെ കണ്ടുപിടിക്കും, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ, എല്ലാ വാല്യൂസും എങ്ങനെ ഒരു ആംപ്ലിഫയറിന്റെ കേസിൽ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഡിസൈൻ ചോദിക്കുകയാണെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്യുക. അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഒരു essay ക്വസ്റ്റ്യൻ ആ സൈഡിൽ നിന്ന് മേ ബി എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും നമ്മൾ BJT പറഞ്ഞു. ഇനി നമുക്ക് മോസ്ഫെറ്റിലേക്ക് പോവാം. മോസ്ഫെറ്റ് ആംപ്ലിഫയറിൽ കോമൺ സോഴ്സ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് എ മോസ്ഫെറ്റ് എന്നുള്ളത് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ മോസ്ഫെറ്റിന്റെ കേസിൽ
അപ്പോൾ നമ്മൾ BJTയുടെ കേസിലുള്ള ഹൈബ്രിഡ് പൈ മോഡൽ പഠിച്ചു. മോസ്ഫെറ്റിന്റെ കേസിലുള്ള ഹൈബ്രിഡ് പൈ മോഡലും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ മോസ്ഫെറ്റിന്റെ കേസിലുള്ള ഹൈബ്രിഡ് പൈ മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു മോസ്ഫെറ്റ് അതിന്റെ സിമ്പൽ കാര്യങ്ങൾ വരയ്ക്കുക, അതിനെ ഇക്വലന്റ് ആയിട്ടുള്ള സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കാനാണ് ചോദിച്ചേക്കുന്നത്. സോ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഗേറ്റ്, സോഴ്സ്, ഡ്രെയിന്, ഈ 3 ടെർമിനൽസ്. ഇൻപുട്ട് സൈഡിൽ ഇമ്പിഡൻസ് കൂടുതലായതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട്, ഔട്ട്പുട്ട് സൈഡിൽ ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. സോ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. സോ ID എന്ന് പറഞ്ഞാൽ GM VGS ആണ്. ദെൻ R0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, ഓരോ കമ്പോണൻസ് എന്താണെന്നുള്ളത് എഴുതുക, നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, derive the small signal voltage gain, input impedance, output impedance of a common source MOSFET amplifier using hybrid pi model. അപ്പൊ നമ്മൾ നേരത്തെ കോമൺ എമിറ്ററിൽ ചെയ്ത അതേ പ്രൊസീജിയർ നമ്മൾ അവിടെ കോമൺ എമിറ്റർ RC കപ്പിൾഡ് വോൾട്ടേജ് ഗെയിനും ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും ഹൈബ്രിഡ് പൈ മോഡൽ വെച്ച് കണ്ടുപിടിച്ചു. അതേപോലെ മോസ്ഫെറ്റിന്റെ കേസിൽ ചോദിച്ചതാണ്. SA ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇത് ഷോർട്ട് ആൻസർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, വോൾട്ടേജ് ഗെയിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി വെക്കുക, സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, ഫൈനൽ ഇക്വേഷൻ മാത്രം ഷോർട്ട് ആൻസർ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എഴുതുക. ഡീറ്റെയിൽഡ് ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത് SA ആണ്. അപ്പോൾ നിങ്ങൾ മോസ്ഫെറ്റ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, കോമൺ സോഴ്സ് മോസ്ഫെറ്റ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം, നമ്മൾ ഈ പഠിച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, ഇതിന്റെ AC അനാലിസിസ് ചെയ്യുക, നമ്മുടെ കപ്പാസിറ്റൻസ് ഒക്കെ ഷോർട്ട് ചെയ്യുക, പവർ സപ്ലൈ ഷോർട്ട് ചെയ്യുക, ബാക്കി വരുന്ന കമ്പോണൻസ് അതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഈ മോസ്ഫെറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മോഡൽ വെച്ച് വരയ്ക്കുക. ദെൻ ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട്, AC ഇക്വലന്റ് സർക്യൂട്ട് ആൻസർ ഷീറ്റിൽ വരച്ചു വെക്കുക. എന്നിട്ട് ഇതിന്ന് നിങ്ങൾ ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും വോൾട്ടേജ് ഗെയിനും കണ്ടുപിടിക്കുക. ഇൻപുട്ട് ഇംപെഡൻസ് എന്താണ്? ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RG ആണ്. ദാറ്റ് ഈസ് R1 പാരലൽ ടു R2. ഏതൊക്കെയാണ്? R1 പാരലൽ ടു R2, അതാണ് ഇൻപുട്ട് ഇംപെഡൻസ് RG. ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്താണ്? RD, സ്മോൾ RDയും ക്യാപിറ്റൽ RDയും പാരലൽ ആണ്. സോ സ്മോൾ RD, R0 എന്ന് പറഞ്ഞാൽ സ്മോൾ RD തന്നെയാണ് കേട്ടോ. സ്മോൾ RD, ക്യാപിറ്റൽ RD പാരലൽ ചെയ്താൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസുമായി. ഇനി വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. സോ ഔട്ട്പുട്ടിലുള്ള കറണ്ട്, ഈ കറണ്ട് ഇങ്ങോട്ടാണ്, അപ്വേർഡ് ആണെങ്കിൽ മൈനസ് ആണ്. സോ GM VGS. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് വരും? സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് മൈനസ് GM VGS ആണ് കറണ്ട്. ദെൻ ടോട്ടലി വരുന്ന റെസിസ്റ്റൻസ് RD, RL, ഇത് മൂന്നും പാരലൽ ആണ്. അപ്പൊ എന്ത് വരും? സ്മോൾ RD പാരലൽ വിത്ത് ക്യാപിറ്റൽ RD പാരലൽ വിത്ത് RL. ഇനി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VGS ആണ്. ഇത് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ ഈ എക്സ്പ്രഷൻ എഴുതുക. അപ്പൊ അതാണ് SA. ഓക്കെ, അപ്പൊ സർക്യൂട്ട് ഡയഗ്രം, AC അനാലിസിസ്, AC ഇക്വലന്റ് സർക്യൂട്ട് നോക്കുക, ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, വോൾട്ടേജ് ഗെയിൻ ഡിറൈവ് ചെയ്യുക. SA ആണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. Draw and explain the small signal model of a common source amplifier with current source load and derive the voltage gain. അതും ഒരു SA ആണ്. ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം. അപ്പൊ എന്താണ് കറണ്ട് സോഴ്സ് ലോഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. SA ആവുമ്പോൾ അതിന്റെ അനാലിസിസ് വരും, അതിന്ന് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കേണ്ടിയും വരും. അപ്പൊ ആദ്യം എന്താണ് ആക്റ്റീവ് ലോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ്? ആക്റ്റീവ് ലോഡ് എന്നുള്ളത് നമ്മുടെ നോർമൽ ആംപ്ലിഫയറിൽ നമ്മൾ RD എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് സാധാരണ അവിടെ ഉണ്ടാവുക. ഓക്കെ, സോ മൈനസ് GM RD ഇതൊക്കെയാണ് നമ്മൾ വോൾട്ടേജ് ഗെയിൻ. അപ്പൊ അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആക്റ്റീവ് ലോഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട്, നമ്മളൊരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ICയുടെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കമ്പോണന്റ്, അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ്, അതുപോലെ അതിന് അക്രോസ് വരുന്ന പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ആക്റ്റീവ് ലോഡ്. അതിൽ വരുന്ന ഒന്നാണ് കറണ്ട് സോഴ്സ് ലോഡ്. അപ്പൊ കറണ്ട് സോഴ്സ് ഐഡിയൽ കറണ്ട് സോഴ്സും ആവാം, പ്രാക്ടിക്കലോ ആവാം. ഇപ്പൊ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ്, ഇപ്പൊ ഇതാണ് ഒരു കറണ്ട് സോഴ്സ്. ഐഡിയൽ കറണ്ട് സോഴ്സിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു മോസ്ഫെറ്റ് ആംപ്ലിഫയർ, ഇതാണ് നമ്മൾ ആംപ്ലിഫയറിന്റെ സെക്ഷൻ. അപ്പൊ ആംപ്ലിഫയറിനെ നമ്മൾ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് വരച്ചു. ആംപ്ലിഫയറിനെ ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് വരച്ചു. ലോഡിന്റെ അവിടെ എന്താണ്? ഐഡിയൽ കറണ്ട് സോഴ്സ് ആവുമ്പോൾ നമ്മൾ എന്താണ്? അത് റീപ്ലേസ് ചെയ്തിട്ട് ഓപ്പൺ സർക്യൂട്ടായി. അപ്പൊ ഇതിന്റെ ഗെയിൻ എന്ത് തന്നെ വരിക? മൈനസ് GM VGS ഇൻറ്റു R0 ഡിവൈഡ് ബൈ
VGS. അപ്പൊ എന്ത് വരും? -GM_R0. അപ്പൊ ഈ -GM_R0നെയാണ് ഇൻട്രിൻസിക് ഗെയിൻ എന്ന് പറയാം. ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്ന ഗെയിൻ ആണ് ഇൻട്രിൻസിക് ഗെയിൻ, ഏറ്റവും ടോപ്പ് ഗെയിൻ. അതായത് നമ്മൾ മോസ്ഫെറ്റ് ആംപ്ലിഫയറിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം ഗെയിൻ ആണ് ഇൻട്രിൻസിക് ഗെയിൻ. പക്ഷെ അത് പോസിബിൾ അല്ല. അതിനുള്ള കാരണം എന്താ? കറണ്ട് സോഴ്സ് ഐഡിയൽ ആകുമ്പോഴാണ് അത് വരുന്നത്. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഈ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഈ കറണ്ട് സോഴ്സിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ആ ഒരു കറണ്ട് ഗെയിൻ R02 എന്ന് പറയുന്ന ആ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ്, നമ്മുടെ കറണ്ട് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരും. സോ എന്ത് വരും? -GM × R01 പാരലൽ ടു R02, R01 പാരലൽ ടു R02. അപ്പൊ എന്താണ്? ഇൻട്രിൻസിക് ഗെയിനേക്കാളും ഗെയിൻ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ആ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ വിത്ത് എന്താണ്? കറണ്ട് സോഴ്സ്, കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? VGS - VT ഹോൾ സ്ക്വയർ, കറണ്ട് ഇക്വേഷന്റെ ഇതൊക്കെ നമുക്ക് അറിയാം. അതിൽ VGS - VT ആ ഒരു കറണ്ട് ഇക്വേഷനിൽ വരുന്ന ബ്രാക്കറ്റിൽ വരുന്ന ടേമാണ് ഞാൻ പറഞ്ഞത്. ആ VGS കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് കോൺസ്റ്റന്റ് ആക്കാം, കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആക്കാം. അപ്പൊ VGS എന്ത് ചെയ്യാം? നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോസ്ഫെറ്റിനെ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആക്കി മാറ്റാം. അപ്പൊ ഈ രീതിയിൽ ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇക്വലന്റ് സർക്യൂട്ടിൽ അതിന് R02 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇക്വലന്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഗെയിൻ എന്താ വരിക? ഇതാണ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ആ ഒരു സെക്ഷനിൽ ആയിട്ട് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യേണ്ടത്. ഷോർട്ട് ആൻസറിൽ അതിന്റെ കൺസെപ്റ്റും ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു സർക്യൂട്ട് ഡയഗ്രം, എന്താണ് ആക്റ്റീവ് ലോഡ് എന്നുള്ള കൺസെപ്റ്റും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡും ചോദിക്കാം. ഇപ്പൊ രണ്ട് കേസാണ്, ഒന്ന് കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ലോഡ്, പിന്നെ ഒന്ന് ഡയോഡ് കണക്റ്റഡ് ലോഡ്. അപ്പൊ അതും ഷോർട്ട് ആൻസറിൽ എന്താണ് ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്നുള്ള കൺസെപ്റ്റ് കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് കാറ്റഗറിയിലാണ് വരിക? SA ആണ് വരിക. സോ ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ NMOS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റും ഡ്രെയിനും കൂടെ എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്ത് VCCയിലേക്ക് അല്ലെങ്കിൽ VDDയിലേക്ക് കണക്ട് ചെയ്യാം. ഇനി PMOS എടുക്കുകയാണെങ്കിൽ ഗേറ്റും ഡ്രെയിനും കൂടെ ഷോർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് കണക്ട് ചെയ്യുക? ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഡയോഡ്, മോസ്ഫെറ്റ് ആസ് എ ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒരു 1/GM2 എന്ന് പറയുന്ന ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇക്വലന്റ് സർക്യൂട്ട് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു മോഡറേറ്റ് ഗെയിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഈ ഒരു ഡയോഡ് കണക്റ്റഡ് ലോഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സോ കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്നുള്ള ഈ ഒരു സർക്യൂട്ട്. അപ്പൊ ഇതാണ് കോമൺ സോഴ്സ്, നമ്മുടെ ആംപ്ലിഫയറിന്റെ സെക്ഷൻ. ഇതാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ്. ഓക്കെ, സോ ഗേറ്റ്, നമ്മളെ ഡ്രെയിന്, നമ്മൾ ഏതിലേക്ക് കണക്ട് ചെയ്തു? VDDയിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഞാൻ പറഞ്ഞ ഈ 1/GM2 വരും. പിന്നെ ഇതൊരു മോസ്ഫെറ്റ് ആണല്ലോ, അതിന്റെ ഇന്റേണൽ സർക്യൂട്ടിൽ R02 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വരും. പിന്നെ ഇതൊരു മോസ്ഫെറ്റ് ആണല്ലോ, അതിന്റെ ഇന്റേണൽ സർക്യൂട്ടിൽ എന്ത് വരും? R01 എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ട് സൈഡിലെ റെസിസ്റ്റൻസ്. ബാക്കി ഞാൻ ഈ മോഡലൊന്നും ബാക്കി കമ്പോണൻസ് ഒന്നും വരയ്ക്കുന്നില്ല, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാത്രം ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. R02 M2ന്റെ കേസിൽ, R01 M1ന്റെ കേസിൽ. ഇനി ഇത് ഡയോഡ് കണക്റ്റഡ് ലോഡ് ഇക്വലന്റ് ആയിട്ട് എന്തായിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചു, 1/GM2. അപ്പൊ ഇവിടെ രണ്ട് കേസാണ് ശരിക്കുള്ളത്, ചാനൽ ലെങ്ത് മോഡുലേഷൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. അപ്പൊ ചാനൽ ലെങ്ത് മോഡുലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ R01 R02ന്റെ വാല്യൂ ഒക്കെ വളരെ ഹൈ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ അത് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? -GMRD ആണല്ലോ നമ്മുടെ ഗെയിന്, -GMRD ആണല്ലോ. അപ്പൊ ഈ RDക്ക് പകരമാണല്ലോ നമ്മൾ എന്ത് വെച്ചത്? RDക്ക് പകരമാണ് നമ്മൾ ഈ ആക്റ്റീവ് ലോഡ് വെച്ചത്. അപ്പൊ RDക്ക് പകരം ആക്റ്റീവ് ലോഡ് R02 നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ RDക്ക് പകരം എന്ത് വരും? 1/GM2 അല്ലേ വരിക. സോ -GM1 RDക്ക് പകരം എന്ത് വരും? 1/GM2 വരും. അപ്പൊ GM1 GM2 എന്താന്നുള്ളത് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഉണ്ട്. സോ √2 μN COX W/L of 1 ID ഡിവൈഡ് ബൈ √2 μN COX W/L of സെക്കൻഡ് M2ന്റെ W/L റേഷ്യോ ഇൻറ്റു ID. അപ്പൊ ചെയ്യുമ്പോൾ അത് W/L റേഷ്യോയുടെ ഒരു ഇക്വേഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് നോ ചാനൽ ലെങ്ത് മോഡുലേഷൻ ആണ്. അപ്പൊ ചാനൽ ലെങ്ത് മോഡുലേഷൻ ഉണ്ടെങ്കിൽ
ചാനൽ ലെങ്ത് മോഡുലേഷൻ ഉണ്ടെങ്കിൽ R01 R02 നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എന്ത് എടുക്കേണ്ടി വരും, 1/GM2ന്റെ കൂടെ R01 R02 എടുക്കേണ്ടി വരും. സോ ചാനൽ ലെങ്ത് മോഡുലേഷൻ വന്നു കഴിഞ്ഞാൽ കറന്റ് കൂടുകയാണ് ചെയ്യുക, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയും. അപ്പൊ നമുക്ക് R01 R02ന്റെ എഫക്റ്റും കൂടെ എടുക്കേണ്ടി വരും. സോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ -GM1 RD ആണ്. RDക്ക് പകരം ഇക്വലന്റ് ആയിട്ട് ഈ ഒരു റെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ വരും. ഇപ്പൊ എന്ത് വരും, -GM1 ഇൻറ്റു ബ്രാക്കറ്റിൽ ഈ ടേമും കൂടെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് വോൾട്ടേജ് ഗെയിൻ ഡയോഡ് കണക്റ്റഡ് ലോഡിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ലോഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഡയോഡ് കണക്റ്റഡ് ലോഡ് ചോദിക്കാം. എസ് ആവുമ്പോൾ ഗെയിൻ വരെ നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെക്കുക. സർക്യൂട്ട് ഡയഗ്രം വരച്ച് വർക്കിംഗ് പറഞ്ഞ് ഗെയിൻ വരെ ഡിറൈവ് ചെയ്ത് വെക്കാം. ഷോർട്ട് ആൻസർ ആകുമ്പോൾ എന്താണെന്ന് കൺസെപ്റ്റ് പറയാം, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളതും ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി ഷോർട്ട് ആൻസറിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഇത്രയാണ് നമ്മുടെ മോസ്ഫെറ്റ് ആംപ്ലിഫയറിൽ വരുന്നത്. ഇനി നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് കാസ്കേഡിംഗ് ഓൺ ഓവറോൾ ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ഗെയിനും ബാൻഡ് വിഡ്ത്തിനും കാസ്കേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നിലധികം സ്റ്റേജുകൾ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് കാസ്കേഡിംഗ് എന്ന് പറയാം. അപ്പൊ കാസ്കേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻസ് ടു വോൾട്ടേജ് ഗെയിൻ, വാട്ട് വിൽ ഹാപ്പൻസ് ടു ബാൻഡ് വിഡ്ത്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നും ഇല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് എഴുതാം. ബാൻഡ് വിഡ്ത്തിന്റെ കേസിലും എഴുതാം, ഗെയിനിന്റെ കേസിലും എഴുതാം. അല്ലെങ്കിൽ ഇതെല്ലാം ഡിറൈവ് ചെയ്യാനും പറയാം. സോ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എഫക്റ്റ് ഓഫ് കാസ്കേഡിംഗ് ഓൺ ഗെയിന് ഒരു 2 സ്റ്റേജിൽ എന്താണ് ടോട്ടൽ ഗെയിൻ എന്ന് ചോദിക്കാം. ഇപ്പോൾ ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയർ വരയ്ക്കുക, 2 സ്റ്റേജ് കാസ്കേഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. ദെൻ ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റേജിന്റെ ഗെയിൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻഡിവിജ്വൽ സ്റ്റേജിന്റെ ഗെയിനുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ടോട്ടൽ ഗെയിൻ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജ്. അത് എങ്ങനെയാണ് ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഡെറിവേഷൻ ചോദിച്ചില്ലെങ്കിൽ ഇതൊന്നും എഴുതണ്ട, ഇൻഡിവിജ്വൽ ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യാന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ല ഡിറൈവ് 2 സ്റ്റേജിന്റെ കേസിലുള്ള വോൾട്ടേജ് ഗെയിൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ളത് ഡിവൈഡ് ബൈ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിലുള്ളത് V02 by VI1. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. V02 by VI1 ഇൻറ്റു VI2 by VI2 എന്ന് പറഞ്ഞിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. സോ V02 by VI1 by VI1 എന്നുള്ളതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്തപ്പോൾ ദിസ് ടേം വിൽ ബിക്കം V02 by VI2 ഇൻറ്റു VI2 by VI1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻഡിവിജ്വൽ ഗെയിൻസ് ആണ്, ഇത് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ കുറച്ചും കൂടെ തിയറി ക്ലാസ്സസ് റെഫർ ചെയ്യുക, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, നമുക്ക് ഈ ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. അങ്ങനെയാണ് വോൾട്ടേജ് ഗെയിൻ വരുന്നത്. ഇനി മൾട്ടിപ്പിൾ സ്റ്റേജ് വരുമ്പോൾ, N സ്റ്റേജ് വരുമ്പോൾ ഓരോ സ്റ്റേജിന്റെയും ഗെയിൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ N സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ കിട്ടും. വോൾട്ടേജ് ഗെയിൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. N സ്റ്റേജ് കാസ്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡയഗ്രാം വരയ്ക്കുക. ഓവറോൾ ഗെയിൻ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ വഴി നിങ്ങൾ എന്താന്നുള്ളത് ആൻസർ ഷീറ്റിൽ എഴുതുക. ഇനി ബാൻഡ് വിഡ്ത്തിന്റെ കേസിൽ എന്താ വെച്ചാൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കാസ്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആവും. അപ്പൊ അത് എന്താന്നുള്ളത്, പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റേജിന്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ √2n-1 എന്നും, പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജിന്റെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻറ്റു √2n-1 എന്നുള്ളതും. ഇത് നിങ്ങളുടെ കൺസെപ്റ്റ് ഷോർട്ട് ആൻസർ ചോദിച്ചാൽ ഈ ഇക്വേഷൻ വെച്ച് എഴുതുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡിറൈവ് ചെയ്യാനും ചോദിക്കും. പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും വിത്ത് ഡെറിവേഷനും ചോദിക്കാം. ഓക്കെ, സോ പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ബാൻഡ് വിഡ്ത്തിന് അതിനനുസരിച്ച് ചേഞ്ച് വരും. സോ പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് പുതിയ ബാൻഡ് വിഡ്ത്ത്. അപ്പൊ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് അൾട്ടിമേറ്റ്ലി എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡെറിവേഷനോട് കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്ങനെയാണ് ഇതിന്റെ പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത് എന്നുള്ളത് വിത്ത് ഡെറിവേഷൻ. ഞാനിവിടെ നോട്ട്സ് അതിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് തിയറി ക്ലാസ്സുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡെറിവേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ ഒരു ഡെറിവേഷൻ സ്റ്റെപ്സ് എഴുതുക,
എൻ സ്റ്റേജിന്റെ ഗെയിൻ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്ന കാര്യം മാക്സിമം ഗെയിൻ ഡിവൈഡ് ബൈ √2 ആയിട്ട് 70% കുറയുന്ന കേസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എൻ സ്റ്റേജിന്റെ കേസിലുള്ളത് കിട്ടും. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ തിയറി ക്ലാസ് റെഫർ ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ ഡെറിവേഷൻ ആണ് നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. അപ്പൊ ഇതാണ് പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതേ മെത്തഡോളജി തന്നെ നിങ്ങൾക്ക് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാണ്. സോ നിങ്ങൾ ആ വീഡിയോസ് വാച്ച് ചെയ്യുക. ആ വീഡിയോസിൽ നമ്മൾ എല്ലാ സ്റ്റെപ്സും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഈ സ്റ്റെപ്സ് എഴുതി വെക്കുക. ഫൈനൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പൊ ഡെറിവേഷനിൽ നിങ്ങൾ വീഡിയോസ് റെഫർ ചെയ്ത് ഡെറിവേഷൻ സ്റ്റെപ്സ് നോക്കുക. ഫൈനൽ എക്സ്പ്രഷൻ ഇത് എഴുതുക. ഷോർട്ട് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഡെറിവേഷനിലേക്ക് ഒന്നും പോകണ്ട, ഫൈനൽ ഇക്വേഷനിലേക്ക് പോയിട്ട് അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ കമ്പയർ RC കപ്പിൾഡ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പൊ ഡിഫറെന്റ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി കപ്ലിംഗ് മെത്തേഡ്. സോ ബേസ്ഡ് ഓൺ കപ്ലിംഗ് മെത്തേഡ് 3 RC കപ്പിൾഡ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഡയറക്റ്റ് കപ്പിൾഡ്. ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. അപ്പൊ നമ്മളോട് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് ബേസ്ഡ് ഓൺ കപ്ലിംഗ് മെത്തേഡ്. RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The output of one stage is connected to the next stage by using coupling capacitor and resistor. R ഉം C യും യൂസ് ചെയ്തിട്ടാണ് ഈ 2 സ്റ്റേജുകൾ, ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജിന്റെ ഇടയിൽ RC കപ്ലിംഗ് ആണ് വരുന്നതെങ്കിൽ RC കപ്പിൾഡ് ആണ്. അതിൽ കപ്പാസിറ്റർ പാസസ് AC സിഗ്നൽ, ബ്ലോക്സ് DC എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷനിൽ വരിക. ഇനി ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആണെങ്കിൽ ഒരു സ്റ്റേജിന്റെ ഔട്ട്പുട്ടും അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ടിന്റെയും ഇടയിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് ഉണ്ടാവുക. ദ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ഈസ് കണക്റ്റഡ് ടു നെക്സ്റ്റ് സ്റ്റേജ് ത്രൂ എ ട്രാൻസ്ഫോമർ. The primary of the transformer is connected to the collector of first transistor and the secondary is connected to the base of the second transistor. Okay, direct coupled ആണെന്നുണ്ടെങ്കിൽ there is no coupling element, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. So is directly connected, one stage is directly connected to the input of the next stage without any coupling device. അതാണ് direct coupled. So it is used for amplifying very low frequency signals, DC or very low frequency signals. Just ഒരു comparison ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് അത് യൂസ് ചെയ്യുക, അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണ്, കപ്ലിംഗ് എലമെന്റ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഈ 3 എണ്ണത്തിന്റെ ഈ ഒരു കമ്പാരിസൺ ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇതൊരു ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി with neat diagrams derive the voltage gain, input impedance, output impedance of a BJT cascode amplifier. So എന്താണ് cascode amplifier എന്നുള്ളത് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനും ഒരു ഷോർട്ട് ആൻസർ വരാം. എസ്സേ ആവുമ്പോൾ അതിന്റെ അനാലിസിസ് ചോദിക്കാം. വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ് ബൈ യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ ഷീറ്റിൽ ആദ്യം കാസ്കോഡ് ആംപ്ലിഫയർ വരയ്ക്കുക. കാസ്കോഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. കാസ്കോഡ് ആംപ്ലിഫയർ എന്താണെന്നുള്ളത് പറയാം. കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഫോളോഡ് ബൈ കോമൺ ബേസ്. സോ ഫസ്റ്റ് സ്റ്റേജ് കോമൺ എമിറ്റർ ആണ്, സെക്കൻഡ് സ്റ്റേജ് എന്താണ്, കോമൺ ബേസ് ആണ്. സോ ഈ ഒരു കാസ്കോഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് AC അനാലിസിസ് ചെയ്യുക, ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. എന്നിട്ട് ഇത് അനലൈസ് ചെയ്യുക. ഇത് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഗെയിനും ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും ആണ്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റെപ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ കറണ്ട്, ഔട്ട്പുട്ട് സൈഡിലുള്ള കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് സൈഡിലുള്ള റെസിസ്റ്റൻസ്, ഇത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജും കൂടെ വെച്ച് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഗെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതിലൊരു കാര്യം കൂടെ ചെയ്യാൻ പോകണ, ഈ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു E2 എന്ന് പറയുന്ന പോയിന്റിൽ KCL അപ്ലൈ ചെയ്യാണ്. സോ അതിലേക്ക് വരുന്ന കറണ്ട് എന്താണ്, അതിലേക്ക് വരുന്ന കറണ്ട് അതൊന്ന് ലീവ് ചെയ്യുന്ന കറണ്ട്. അപ്പൊ അതൊന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് GM1 Vπ1 ആണ്. ഇതൊന്ന് ലീവ് ചെയ്യുന്ന കറണ്ട്. അതിലേക്ക് വരുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ Vπ2 ബൈ R/2, അതാണ് ഒരു കറണ്ട്. പിന്നെ അവിടുന്ന് ഈ ഒരു കറണ്ടും കൂടെ ഉണ്ട്, GM2 Vπ2 ഉണ്ട്. ഓക്കെ, GM2 Vπ2 ഉണ്ട്. ദെൻ GM1 Vπ1. Vπ1 എന്ന് പറഞ്ഞാൽ എന്താണ്, VS ആണ്. Vπ1 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, VS ആണ്. സോ GM1 VS is equal to
ദിസ് ടേം വരും. ഓക്കെ, ദെൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൽ GM r/2 ഇത് r/2 ആണ് കേട്ടോ. GM r/2 എന്ന് പറഞ്ഞാൽ β2 ആണ്. GM r/2 എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്. സോ GM2 r/2 എന്ന് പറഞ്ഞാൽ β2 ആണ്. അങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യുക. സോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് v/2 എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. ഈ v/2 നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുക. ഈ കിട്ടിയ v/2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി നോട്ടിന്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് GM2 v/2ന്റെ അവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വരും. ഓക്കെ, അപ്പൊ ഇതിൽ GM2 r/2 ഉണ്ട്. സോ GM2 r/2 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് β2 ആണ്. സോ GM2 r/2 എന്ന് പറഞ്ഞാൽ ദിസ് ടേം ഈസ് β2. ഇത് β2 ആണ്. അപ്പൊ β2 ഡിവൈഡ് ബൈ 1 പ്ലസ് β2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ β2 ഡിവൈഡ് ബൈ 1 പ്ലസ് β2 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്താണ്? 1 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് GM1 RC പാരലൽ RL എന്ന് വരും വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷൻ. അപ്പൊ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ നിങ്ങൾ ഇതിന്റെ ഡെറിവേഷൻ തിയറി ക്ലാസ്സിൽ എടുത്ത വീഡിയോ എടുത്ത് വാച്ച് ചെയ്താൽ നല്ല ക്ലാരിറ്റി കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് സ്റ്റെപ്സ് പറഞ്ഞു എന്നുള്ളൂ. വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുക. ഇനി ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും കണ്ടുപിടിക്കണം. ഇപ്പൊ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R2 പാരലൽ R3 പാരലൽ R/1, R2 പാരലൽ R3 പാരലൽ R/1, R2 പാരലൽ R3 പാരലൽ R/1. അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RC പാരലൽ RL, RC പാരലൽ RL. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RC പാരലൽ RL. ഇത്രയും ഡെറിവേഷൻ ചെയ്യേണ്ടി വരും. ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, വോൾട്ടേജ് ഗെയിൻ. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഷോർട്ട് ആൻസർ ആകുമ്പോൾ സർക്യൂട്ട് ഡയഗ്രാം അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഷുവർ ഷോട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പല കോമ്പിനേഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ എല്ലാ ഏരിയസും കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഫുൾ മാർക്ക് മൊഡ്യൂൾ 2 നിന്ന് സ്കോർ ചെയ്യാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.